എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെയാണ് കേട്ടോ, ഞാൻ ഇച്ചിരി ലേറ്റായി എഴുന്നേക്കാൻ. അപ്പം ഇന്നത്തെ കുറച്ച് വീഡിയോ വീടൊക്കെ ഒന്ന് കാണിച്ച് ക്ലീനിങ് ഒക്കെ ഒന്ന് കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വിശേഷം എന്ന് വെച്ചാൽ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. വീട്ടിലെ ജോലികളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അടുക്കളയൊക്കെ നാശമായിട്ട് കിടക്കാം കേട്ടോ. 2 ദിവസമായിട്ട് സമയം കിട്ടിയില്ല, കുറച്ച് തിരക്കിലായിരുന്നു. സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് പല്ല് കമ്പിയിട്ടേക്കാണ്, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടി സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പാത്രം കഴുകാൻ പോയാലോ? കമോട്ടാ മകേഷ്, വാ. ഇതാണ് നമ്മുടെ വീടിട്ടത്. എനിക്ക് ക്ലീനാക്കാൻ കിടക്കുകയാണ്. മൊത്തം ആ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതൊക്കെ നമ്മൾ തന്നെ വേണം ചെയ്യാൻ. ഞാൻ തന്നെ വേണം അതൊക്കെ ചെയ്യാൻ. ഓക്കെ, നമുക്ക് പാത്രം കഴുകാൻ പോയി. ഇതാണ് അടുക്കള കേട്ടോ. 2 അടുക്കളയുണ്ട്. അപ്പോൾ 2 അടുക്കളയും നമുക്ക് ക്ലീൻ ചെയ്യണം. ആദ്യത്തെ കുറേ പാത്രങ്ങൾ കഴുകിയിട്ടേക്കാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നത്തെ സമയമില്ലാത്തത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ കഴിക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി അടക്കി വെക്കാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് ഓട്ടത്തിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഫുഡ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് നല്ല എളുപ്പമാണ്. ഈ പാത്രം കഴുകലാണ് ഏറ്റവും ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. ഇതെല്ലാം കഴുകി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ചായയൊക്കെ കുടിക്കാനൊരു സമാധാനം ഉണ്ടാവും. ജോലിയൊക്കെ തീർന്നു കഴിയുമ്പോഴാണ് നമുക്ക് ചായയൊക്കെ കുടിക്കാൻ. അത് കഴിഞ്ഞ് ചായയൊക്കെ ഇടാന്നുള്ളൊരു ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മളത് പാത്രമൊക്കെ കഴുകിയിട്ടുള്ളതായി. ഈ ഗ്ലാസും ഇതെല്ലാം വെക്കാൻ എനിക്ക് ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പാത്രം കഴിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി പണിയും തീരും. ഇതൊക്കെ ഞാൻ കഴുകി കമത്തി ഇവിടെയാണ് വയ്ക്കണം. ഇതെന്തെങ്കിലുമൊക്കെ പാത്രം, എന്തെങ്കിലും കറിയൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഇതൊക്കെ എൻ്റെ കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. പാത്രമൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. ഇത് വെക്കുന്നത് ഞാൻ അവിടെയാണ് കേട്ടോ. എനിക്കിതൊക്കെ വെക്കാൻ ഞാൻ അവിടേക്ക് ഇതൊക്കെ ഞാൻ വെക്കുന്നത്. ഗ്ലാസ്സൊക്കെ ഞാൻ ഇങ്ങനെ നിരത്തി വെക്കും. ഇനി ഇവിടെ സെറ്റാക്കാറുണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് വെള്ളമൊക്കെ സെറ്റാവാനുണ്ട്. അതിങ്ങനെ കമ്പത്തേക്ക് വെക്കണം. ഓക്കെ,
ഇനി നമ്മുടെ കപ്പും സ്പൂണും ഇതൊക്കെ ഞാൻ അവിടെ വെക്കും. ഇനി അടുത്ത പരിപാടി നമ്മുടെ സിങ്കൊക്കെ തേച്ച് കഴുകാം. എല്ലാവരും പറയും അടുക്കളപ്പണി ഭയങ്കര സിമ്പിളാണ്. ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളടെ ഇതൊക്കെ സത്യാവസ്ഥ. ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ നമ്മൾ ഈ ഒരു അടുക്കള സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ തുറയ്ക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ടൗലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ ഓക്കെ. ഇനി എന്ത് വേറെ ഇവിടെ എന്തിനു വേറെ ഗ്യാസൊക്കെ നേരം കിടക്കണം. നിങ്ങൾ വിചാരിക്കും ഈ ഒരാൾ രണ്ടുപേരാണ് താമസിക്കുന്നത്, ഈ രണ്ടുപേരെ എങ്ങനെ ഇത്രയും വൃത്തികേടാക്കുന്നില്ലേ? ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ വരും. ഇങ്ങനെയല്ല കേട്ടോ, ഇത് ഒന്ന് തേച്ചൊഴിക്കണം. അതൊക്കെ ആകെ ചെറിയായിട്ട് തേച്ചൊഴിച്ച് നമുക്ക് കഴുകാം. അപ്പോഴേ ഇതിൻ്റെ ഇടയിലേ രാവിലെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ നമ്മളെ കുത്തി വെള്ളം കുടിക്കാം. വീണ്ടും നമ്മൾ ജോലിയൊക്കെ മുന്നോട്ട് പോവാം. ഞാൻ ഇരുന്നിട്ട് പല്ലൊക്കെ തേച്ചു കേട്ടോ. പല്ലൊക്കെ തേച്ചതിന് ശേഷമാണ് വെള്ളം കുടിച്ചത്. ഇന്നോടത്തെ പോയില്ല, പല്ലൊക്കെ തേച്ചു രാവിലെ എഴുന്നേറ്റിട്ട്. ഇതുകൊണ്ടിട്ട് അരച്ച് കഴിയാൻ മാത്രമേ ഇത് നല്ല നീറ്റ് ആവുള്ളൂ കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു 3-4 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കിയാണ്. ഇതിപ്പോൾ നാളെയും മറ്റന്നാളും ഒന്നും നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് സുഖമുള്ള പരിപാടിയല്ല. ഇത് കുറച്ച് മണം വരാൻ വേണ്ടി കുറച്ച് ലോഷൻ, അത് നമ്മുടെ ക്ലീനിൻ്റെ ലോഷൻ, നല്ല ചന്ദനത്തിൻ്റെ മണമാണ്. അത് നല്ല മണം ഉണ്ടാവും. നല്ല നീറ്റായിട്ട് കിടക്കുന്ന അടുക്കളയിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഒരു നല്ലൊരു ഫ്രഷ്നെസ്സാണ്. ഈ പാത്രമെല്ലാം ഇങ്ങനെ കഴുകായിട്ട് തന്നെ നമുക്കൊരു ഒരു ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. ഞാൻ എല്ലാവർക്കും രാത്രി കഴുകി വെച്ചിട്ടാണ് കിടക്കാറ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എനിക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ഇതിനകത്ത് ചെറുപ്പം ഓക്കെ. ഇനി ഇവിടെയും കൂടി ഇടും. ഇനി ഇവിടെയും കൂടി നമുക്കൊന്ന് കഴുകാമല്ലോ. ഞാൻ ഇവിടെ ഈ ചായപാത്രമൊക്കെ മാത്രമേ കഴുകുള്ളൂ. കാരണം ഇവിടെ ഞാനൊന്നും അങ്ങനെ കുക്ക് ചെയ്യുക, അതായത് അവിടെയാണ് മീൻ വെട്ടുന്നതും മീൻ നന്നാക്കുന്നതും ഒക്കെ. ഇവിടെ പച്ചക്കറി അരിയിലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം അപ്പം നമ്മുടെ അടുക്കള ക്ലീൻ ആയിട്ടുണ്ട്. ക്ലീൻ എന്ന് വെച്ചാൽ തുടയ്ക്കണം, അടിച്ചു വാരണം, എല്ലാ പണികളും ഇനി ഉണ്ട്. തുണി അലക്കാനുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടല്ലോ ഇത്തിരി കട്ടക്കാപ്പി വെക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി കട്ടക്കാപ്പി വെക്കട്ടെ. ഓക്കെ. ആർക്കെങ്കിലും വേണോ ബ്ലാക്ക് കോഫി? പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് കോഫി ആം. അവസ്ഥയൊക്കെ അല്ലേ. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക്. ഇന്ന് നോക്കി പല്ലേ കമ്പിയായി, സംസാരിക്കാനും വയ്യ. ഇത് ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ചട്ടമൊക്കെ പഠിപ്പിച്ച് വെക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഊരലില്ല. അപ്പം കോഫി കുടിക്കാം നമുക്ക്. അപ്പം നമ്മളെ കാപ്പി ഇവിടെ തിളച്ചു കേട്ടോ. നല്ല ചൂടാട്ടോ. രാവിലെ ആണെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. പിന്നെ ഞാനേ ചുക്ക് കാപ്പി ആയിട്ടത്, അതായത് ഇഞ്ചിയും ഏലക്കായും ജീരകവും കുരുമുളകും ഒക്കെ ഇട്ട് ചുക്ക് കാപ്പിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതിൻ്റെ പൊടി മേടിക്കാൻ കിട്ടും കടയിൽ, ചുക്ക് കാപ്പി പൊടി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് ഞാൻ ഇട്ടത് രാവിലെ. ബിജോ ചേട്ടാ കാപ്പി വേണം ഇപ്പം. അപ്പോൾ ഓക്കെ. അപ്പം ശരി ഗൈസ്, ഓക്കെ, കാപ്പി കുടിക്കണം കേട്ടോ. ഇനി ബാക്കി ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടിച്ചു വാരണം, തുടയ്ക്കണം, തുണി അലക്കാനുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ പതിയെ കട്ടായിട്ടിടാം അല്ലേ. ഓക്കെ.